ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ്. കാഴ്ചാപരിധി 150 മീറ്റർ മാത്രമാണ്. മൂടൽമഞ്ഞ് കാരണം 30 വിമാനങ്ങൾ വൈകി. കാഴ്ചാപരിധി കുറഞ്ഞത് 14 ട്രെയിൻ സർവീസുകളെ ബാധിച്ചെന്ന് നോർത്തേൺ റെയിൽവേയും അറിയിച്ചു. തലസ്ഥാനത്ത് വായുമലിനീകരണം രൂക്ഷമായി തുടരുകയാണ്. അരവിന്ദ് തുടരുന്നുണ്ട്. അരവിന്ദ്, മൂടൽമഞ്ഞും വായുമലിനീകരണവും ഡൽഹിയിലെ ജീവിതം ദുസ്സഹമാക്കുകയാണല്ലേ? ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അതിശൈത്യത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഒരു സാഹചര്യത്തിലാണ് രാവിലെ മുതൽക്ക് തന്നെ കനത്ത മൂടൽമഞ്ഞ് ഡൽഹി ഉൾപ്പെടെയുള്ള മേഖലയിലുള്ളത്. ഏകദേശം 150 മീറ്റർ മാത്രമാണ് ആ കാഴ്ച പരിധി ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ എല്ലാവരും നൽകുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഈ അതിശൈത്യം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ വായു മലിനീകരണവും ഡൽഹിയിൽ ഉയരുന്നത് ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഡൽഹി സർക്കാർ നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. BS3 പെട്രോൾ അതുപോലെ തന്നെ BS4 പെട്രോൾ വാഹനങ്ങൾക്ക് ഡൽഹിയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഇപ്പോൾ വിമാന സർവീസുകളും ട്രെയിൻ സർവീസുകളും വലിയ രീതിയിൽ ഈ മൂടൽമഞ്ഞ് കാരണം വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏകദേശം 30ഓളം വിമാനങ്ങളാണ് ഡൽഹി വിമാനത്താവളത്തിൽ വൈകുന്നത്. ഇതുകൂടാതെ തന്നെ 14 ട്രെയിൻ സർവീസുകളും വൈകി ഓടുന്നുവെന്നും ഇപ്പോൾ നോർത്തേൺ റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 5 വിമാനങ്ങൾ ഡൽഹിയിൽ ഇറക്കുവാൻ സാധിച്ചിട്ടില്ല. അത് ജയ്പൂരിലേക്ക് വഴിതിരിച്ചു വിട്ടുവെന്നും ഇപ്പോൾ വിമാനത്താവള അധികൃതർ വ്യക്തമാക്കുന്നു. എന്തായാലും വലിയ രീതിയിൽ മൂടൽമഞ്ഞ് ഉൾപ്പെടെയുള്ള സാഹചര്യം നിലനിൽക്കുന്നത് വലിയ ഡൽഹിയിൽ ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. വിമാന സർവീസുകളും ട്രെയിൻ സർവീസുകളും വലിയ രീതിയിൽ ബാധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം വായുമലിനീകരണം രൂക്ഷമാകുന്നതിലും ആശങ്കകൾ ഉയരുകയാണ്. ജിൽസി.